ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വിഷുവിൻ്റെ ഒരു കുർത്തി ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ കുർത്തിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം വിഷുവിൻ്റെ കുർത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കസവിൻ്റെ ഒരു ഫാബ്രിക്കാണ്. എൻ്റെ കയ്യിലിരുന്ന ഒരു കസവിൻ്റെ ഒരു ഫാബ്രിക്ക്. അതിനകത്തിൽ ഓർഗൻസയുടെ ഫാബ്രിക്ക് വെച്ചിട്ട് യോക്കും സ്ലീവും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് നിഴലടിക്കുന്നുണ്ടല്ലോ. ഈ ഓർഗൻസയുടെ കളറിന് ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഓർഗൻസയൊക്കെയാണ് ലൈനിങ്ങും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി നല്ലൊരു കളർ കിട്ടും. അതേപോലെ ഇതിന് ലൈനിങ് എടുത്തിട്ടുണ്ട് ടോപ്പിന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ സ്ലിറ്റഡായിട്ടുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്. വിഷു സ്പെഷ്യലായിട്ട് സ്ലിറ്റഡായിട്ടുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർത്തി 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ കുർത്തി നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നിന്നല്ല, ബോട്ടത്തിൽ താഴ്ഭാഗത്തു നിന്ന് വേണേൽ നമുക്ക് ലെങ്ത് എടുക്കാനേ. ലെങ്ത് ഈ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പം താഴ്വശത്തു നിന്ന് മുകളിലോട്ട് ലെങ്ത് എടുക്കണം. അപ്പം ഇവിടെ വരുന്നത് 44 വരുന്നത്. അപ്പം നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടി 44ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 45, 45.5, 1.5 ഇഞ്ചല്ലേ വേണ്ടേ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് നല്ലൊരു ലൈൻ വരയ്ക്കും. നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് ഷോൾഡർ. താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതും ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ച്. എന്നിട്ട് അതൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ലെങ്തിൻ്റെ മിഡ് പോയിൻ്റ് കാണുക, 3.25 ഇഞ്ച്. ഇനി നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 40ൻ്റെ പാതി എന്ന് പറയുന്നത് 10. ഞാൻ ഇന്ന് ഇച്ചിരി ലൂസ് കൂട്ടി ഒരു 10.5 ഇഞ്ചിൽ വെക്കുവാണ്. എന്നിട്ട് അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് ആം ഹോളിൻ്റെ കർവ് വെച്ച് വരയ്ക്കാം. വരച്ചു. ഇനി നമ്മുടെ വേസ്റ്റ് വരുന്നത് 14 ഇഞ്ച്. അവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് വണ്ണം, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി എന്നിട്ട് നമ്മുടെ ഹിപ്പ് വരുന്നത് 21 ഇഞ്ചിലാണ് നമ്മുടെ ഹിപ്പ് വരുന്നത്. എന്നിട്ട് ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ച്. ഹിപ്പിൻ്റെ വണ്ണമാക്കി എടുക്കുന്നത് 11 ഇഞ്ച്. അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ടിത് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്കിത് എല്ലാം ജോയിൻ ചെയ്യാം. കട്ട് ചെയ്യാം. നമ്മൾ കുർത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇതിന് ഒരു പീസ് ഇങ്ങനെ മാറ്റുക. അപ്പം നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടാം. ഇത് ഫ്രണ്ടിലെ ആം ഹോളാണ് ഇനി കുഴിച്ച് കട്ട് ചെയ്തേ. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളാണെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഇനി നമ്മൾ ഓർഗൻസയ്ക്ക് ലൈനിങ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലൈനിങ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ അളവിലൊന്ന് മടക്കുക. ചെസ്റ്റിൻ്റെ അളവിലൊന്ന് മടക്കിയിട്ട്
അപ്പം നമ്മൾ ഈ ഓർഗൻസ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അത് 10.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. 10.5 ഇഞ്ചിലാണ് 10.5 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഓർഗൻസയുടെ ഫാബ്രിക് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. അതൊരു ലൈനായിട്ട് ഞാനൊന്ന് വരയ്ക്കുവാന്നേ, ഒന്നറിയാൻ വേണ്ടി. ഇത്രയും ഭാഗത്താണ് നമ്മൾ ഈ ഓർഗൻസ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇച്ചിരി കൂടെ തുണി കയറ്റും. എന്നിട്ട് ഈ 10.5 ഇഞ്ച് എവിടെ വരുന്നു അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഈ മടക്ക് വശം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ ഈ 10.5 ഇഞ്ച് വരുന്ന വരെ ഒന്ന് കട്ട് ചെയ്യുക. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ് തുണിയാണേ. എന്നിട്ട് ഇതൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ഇതേ അളവിൽ തന്നെ നമ്മുടെ ആ ഓർഗൻസ മെറ്റീരിയൽ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓർഗൻസ ഫാബ്രിക്കും നമ്മൾ അതേ ലൈനിങ് അതേ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓർഗൻസ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ചെയ്യാം. നമ്മളിപ്പം നോർമലായിട്ടൊരു സ്ലീവ് കട്ട് എടുക്കുകയാണേ. അപ്പോൾ എന്നിട്ട് അത് വെച്ചിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഓർഗൻസയിൽ കട്ട് ചെയ്യാം. ഇവിടെ നോർമലായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണേ. 6 ഇഞ്ച് ലെങ്ത്. സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണം 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴ്ഭാഗത്ത് ഒരു 7 ഇഞ്ച്, അതിന് തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച്. എന്നിട്ട് നമുക്കിത് നോർമലൊരു സ്ലീവ് മെറ്റീരിയലാണ്. അപ്പോൾ ഓർഗൻസ കിടന്ന് നിരങ്ങുക. അപ്പോൾ ഇത് ഞാനിപ്പം ലൈനിങ്ങിൽ തന്നെ ഞാൻ കാണിക്കുവാണ് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഓർഗൻസയിലും കട്ട് ചെയ്യുന്നത്. ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഓർഗൻസ കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് ഈ ലൈനിങ്ങിൽ തന്നെ ഒന്ന് കാണിക്കാം സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് ലെവലേ ഒന്ന് വരച്ച്, എന്നിട്ട് നമ്മൾ ഈ സ്ലീവിന് പഫ് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഇഞ്ചിൽ 4 ഇഞ്ച് 4.5 ഇഞ്ചിലായിക്കോട്ടെ, 4.5 ഇഞ്ചിൽ. അപ്പോൾ നല്ല പഫ് കിട്ടും. പഫ് നമ്മൾ ഈ 4.5 ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 6 ഇഞ്ച്. 6 ഇഞ്ച് അതും ഞാൻ മാർക്ക് ചെയ്തേ, 6 ഇഞ്ച്. എന്നിട്ട് ഈ പഫിന് ചെറിയൊരു ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 1.5 ഇഞ്ചിൽ ഹൈറ്റ്. ഇത് നിങ്ങൾക്ക് ഹൈറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ സാധാ പോലെ തന്നെ ഞാൻ ചെറിയതായിട്ടൊരു ഹൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ 4.5 ഇഞ്ച്. എന്നിട്ട് ഈ ഭാഗത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത സ്ലീവ് ഉണ്ടല്ലോ, ഈ സ്ലീവ് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മളങ്ങ് മാർക്ക് ചെയ്യുക. നമ്മളെങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്ത് ആ രീതിയിൽ നമ്മളിതങ്ങ് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മളിത് ഇത്രയും ഭാഗത്താണ് നമ്മുടെ പഫ് വരുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈറ്റ് വരച്ചല്ലോ, ഈ ഹൈറ്റ് നമ്മൾ ഈ ലൈൻസെ കൊണ്ട് ഇങ്ങനെ ഒന്ന് മുട്ടിക്കണേ. കട്ട് ചെയ്യും. ഇനി എന്നിട്ട് നമ്മൾ പഫ് ഇട്ട് എവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് ഒന്നറിയണമല്ലോ. അപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗം നമ്മളിപ്പോൾ ഈ ലൈൻ വരച്ചല്ലോ, ആ ലൈൻ വരച്ച ഭാഗം ഒന്ന് മടക്കുക. ആ ലൈൻ വരച്ച ഭാഗം ഒന്ന് മടക്കിയിട്ട് ഒന്ന് മടക്കിയാൽ മതി. ഒന്ന് മടക്കുമ്പോൾ
എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ വരെ നമ്മൾ പഫ് കൊടുക്കണം. ആ ലൈൻസ് അങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഈ ഭാഗം വരെ നമ്മൾ പഫ് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ പഫ് കൊടുത്തു പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറും താഴ്വശവും കിട്ടുവേ. എന്നിട്ട് രണ്ട് സൈഡിലും പഫ് കൊടുക്കുന്നുണ്ട്. മേളിലും കൊടുക്കുന്നുണ്ട്, താഴെയും പഫ് കൊടുക്കുന്നുണ്ട്, താഴെ ഒരു പടിയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെയാണ് പഫ്. അപ്പോൾ പഫ് എവിടെ വരെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. താഴെയും മാർക്കിങ് കൊടുത്തു. എന്നിട്ട് ഇതേ തന്നെ അളവിൽ നമ്മൾ ഓർഗൻസയിൽ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സെയിമിൽ വെച്ചിട്ടുള്ള സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുർത്തിയുടെ ഫ്രണ്ടിൻ്റെ നെക്കിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ പിന്നെന്താ കഴുത്ത് എങ്ങനെയാണ് വെക്കുന്നത്, ബോട്ട് നെക്കാണ് വെക്കുന്നത്. ബോട്ട് നെക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെന്തോ ഇനിയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ കൂടെ കാണണേ. അപ്പോൾ കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.